എനിക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ അറിയാം. എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം. അവൾക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ല. നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ അറിയുമോ? അവന് പാട്ട് പാടാൻ അറിയില്ലേ? ഇത്തരം കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസസ് നമുക്ക് എങ്ങനെ ഹൗ ടു എന്ന് ഉപയോഗിച്ചുകൊണ്ട് പറയാം. അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഹൗ ടു. എനിക്ക് ഭക്ഷണം പാകം ചെയ്യാൻ അറിയാം. ഐ നോ ഹൗ ടു കുക്ക് ഫുഡ്. കുക്ക് പാകം ചെയ്യുക, നോ അറിയുക. എനിക്ക് ഭക്ഷണം പാകം ചെയ്യാൻ അറിയാം. ഐ നോ ഹൗ ടു കുക്ക് ഫുഡ്. അവൾക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം. ഷീ നോസ് ഹൗ ടു പ്രിപ്പയർ ബിരിയാണി. അവൾക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം. ഷീ നോസ് ഹൗ ടു പ്രിപ്പയർ ബിരിയാണി. അവർക്കറിയാം എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന്. ദേ നോ ഹൗ ടു സ്പീക്ക്. അവർക്കറിയാം എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന്. ദേ നോ ഹൗ ടു സ്പീക്ക്. ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് ഒരു ലെറ്റർ എഴുതേണ്ടതെന്ന്. വി നോ ഹൗ ടു റൈറ്റ് എ ലെറ്റർ. ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് ഒരു ലെറ്റർ എഴുതേണ്ടതെന്ന്. വി നോ ഹൗ ടു റൈറ്റ് എ ലെറ്റർ. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്ന് എൻ്റെ കൂട്ടുകാരിക്കറിയാം. മൈ ഫ്രണ്ട് നോസ് ഹൗ ടു സോൾവ് ദിസ് പ്രോബ്ലം. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന് എൻ്റെ കൂട്ടുകാരിക്കറിയാം. മൈ ഫ്രണ്ട് നോസ് ഹൗ ടു സോൾവ് ദിസ് പ്രോബ്ലം. ഇവിടെ ചില സെൻറ്റൻസസ് ഒക്കെ നോ എന്നും വേറെ ചില സെൻറ്റൻസസ് ഒക്കെ നോസ് എന്നും ഉപയോഗിച്ചു. അതെന്താ അങ്ങനെ? ഐ, യു, വി, ദേ, പിന്നെ പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെയാണ് സബ്ജക്റ്റ് എങ്കിൽ നോ എന്നുപയോഗിക്കുക. ഹി, ഷീ, അതുപോലെ വേറെ സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ നോസ് എന്നുപയോഗിക്കുക. ഇനി നമുക്ക് പറയേണ്ടത് എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ല. അതെങ്ങനെ പറയും? എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ല. ഐ ഡോണ്ട് നോ ഹൗ ടു മേക്ക് ടീ. എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ല. ഐ ഡോണ്ട് നോ ഹൗ ടു മേക്ക് ടീ. നിനക്കറിയില്ല നിൻ്റെ റൂം വൃത്തിയാക്കാൻ. യു ഡോണ്ട് നോ ഹൗ ടു ക്ലീൻ യുവർ റൂം. നിനക്കറിയില്ല നിൻ്റെ റൂം വൃത്തിയാക്കാൻ. യു ഡോണ്ട് നോ ഹൗ ടു ക്ലീൻ യുവർ റൂം. കാർ ഡ്രൈവ് ചെയ്യാൻ അവനറിയില്ല. ഹി ഡസൻറ്റ് നോ ഹൗ ടു ഡ്രൈവ് എ കാർ. കാർ ഡ്രൈവ് ചെയ്യാൻ അവനറിയില്ല. ഹി ഡസൻറ്റ് നോ ഹൗ ടു ഡ്രൈവ് എ കാർ. അവരെ സഹായിക്കേണ്ടത് എങ്ങനെയെന്ന് അവൾക്കറിയില്ല. ഷീ ഡസൻറ്റ് നോ ഹൗ ടു ഹെൽപ്പ് ദം. അവരെ സഹായിക്കേണ്ടത് എങ്ങനെയെന്ന് അവൾക്കറിയില്ല. ഷീ ഡസൻറ്റ് നോ ഹൗ ടു ഹെൽപ്പ് ദം. നോക്കൂ, ചില സെൻറ്റൻസസിൽ ഡോണ്ട് നോ എന്നുപയോഗിച്ചു. മറ്റു ചില സെൻറ്റൻസസിൽ ഡസൻറ്റ് നോ. നേരത്തെ പറഞ്ഞില്ലേ, ഐ, യു, വി, ദേ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്ട്സ് ആണ് എങ്കിൽ ഡോണ്ട് നോ എന്നുപയോഗിക്കുക. അതല്ലെങ്കിൽ ഹി, ഷീ, അതുപോലെ സിംഗുലർ സബ്ജക്ട്സ് ആണെന്ന് കരുതൂ. അപ്പോൾ ഉപയോഗിക്കേണ്ടത് ഡസൻറ്റ് നോ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നോക്കണ്ടേ? നിനക്ക് നീന്താൻ അറിയുമോ? ഡു യു നോ ഹൗ ടു സ്വിം? നിനക്ക് നീന്താൻ അറിയുമോ? ഡു യു നോ ഹൗ ടു സ്വിം? അവൾക്ക് പടങ്ങൾ വരയ്ക്കാൻ അറിയുമോ? ഡസ് ഷീ നോ ഹൗ ടു ഡ്രോ പിക്ചേഴ്സ്? അവൾക്ക് പടങ്ങൾ വരയ്ക്കാൻ അറിയുമോ? ഡസ് ഷീ നോ ഹൗ ടു ഡ്രോ പിക്ചേഴ്സ്? ഇവിടെ ശ്രദ്ധിക്കൂ, ഐ, യു, വി, ദേ, അതുപോലെ പ്ലൂറൽ സബ്ജക്ട്സ് ആണെങ്കിൽ ഡു എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ് ആവുമ്പോൾ. ഹി, ഷീ, അതുപോലെയുള്ള സിംഗുലർ സബ്ജക്ട്സ് ആണെങ്കിൽ ഡസ് എന്ന് സ്റ്റാർട്ട് ചെയ്യുക.
ഇനി നമുക്ക് വേറെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അത് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ്. അവൾക്ക് പാടാൻ അറിയില്ലേ? Doesn't she know how to sing? ഇത് വായിക്കാൻ നിനക്കറിയില്ലേ? Don't you know how to read this? നിനക്കറിയില്ലേ ഇത് വായിക്കാൻ? Don't you know how to read this? ബൈക്ക് ഓടിക്കാൻ അവൻ അറിയില്ലേ? Doesn't he know how to ride a bike? അവന് ബൈക്ക് ഓടിക്കാൻ അറിയില്ലേ? Doesn't he know how to ride a bike? ഇവിടെ don't എന്നും അതുപോലെ doesn't എന്നും ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. don't എന്ന് ഉപയോഗിക്കേണ്ടത് I, you, we, they അതുപോലെയുള്ള പ്ലൂറൽ സബ്ജക്ട്സിനാണ്. doesn't എന്ന് ഉപയോഗിക്കേണ്ടത് he, she അതുപോലെയുള്ള സിംഗുലർ സബ്ജക്ട്സിനാണ്. അപ്പോൾ ഇത്തരം സെൻറ്റൻസസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ.